ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ പാൻ കാർഡ് എങ്ങനെയാണ് UTI PSA വഴി പുതിയൊരു പാൻ കാർഡിന് അപേക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് കറക്ഷൻ ചെയ്യുക എന്നുള്ളത്. കറക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതും കറക്ഷനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സർവീസ് എങ്ങനെയാണ് നമ്മൾ UTI PSA വഴി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഡ്രീം വിസിൻ്റെ വെബ്സൈറ്റിൽ കാണുന്ന UTI പാൻ കാർഡ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ നമ്മുടെ ലോഗിൻ ID യും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ID യും ക്യാപ്ചയും കറക്റ്റ് കൊടുത്ത് ലോഗിൻ ആയി കഴിഞ്ഞാൽ അതിൽ CSF ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലാണ് നമുക്ക് ഈ കറക്ഷൻ ചെയ്യാനുള്ള ഫോം ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് CSF ഫോം. ഇതിൽ ആദ്യം തന്നെ ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ഇതിൻ്റെ എങ്ങനെയാണിത് ഫില്ല് ചെയ്യുക എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈനാണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കാണാൻ പറ്റിയില്ല, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്തോ ആണ്. അതായത് നിങ്ങളൊന്ന് നോക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 49A ഫോം ചെയ്ത പോലെ തന്നെ ഒരു ഓഫ്ലൈൻ ഫോം ഇതിനുമുണ്ട്, CSF ഫോം തന്നെ. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കസ്റ്റമറെ കൊണ്ട് അത് ഫില്ല് ചെയ്യിപ്പിക്കണം. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, അതായത് നമ്മുടെ നിലവിലുള്ള പാൻ കാർഡ്. അതിലാണല്ലോ നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് കറക്റ്റായിട്ട് നമ്മുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് ഇ-പാൻ രണ്ട് കാർഡും വരുന്ന രീതിയിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനൊരു ലേഡിയുടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീമതി സെലക്ട് ചെയ്തിട്ട് ആളുടെ സർനെയിം അഥവാ ആളുടെ ലാസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്തു. ദെൻ അവരുടെ ഫസ്റ്റ് നെയിം ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്തു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ലാസ്റ്റ് നെയിം ഇല്ലാത്ത ഒരാൾ, ഇപ്പോൾ ഈ ഷീബ എന്ന് മാത്രമായിരുന്നു ഇവരുടെ പേര് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നെയിമിലാണ് ഷീബ എന്ന് കൊടുക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡിൽ പേര് വേണ്ടത് എന്താണെന്നുള്ളിടത്ത് ഷീബ PP എന്ന് കൊടുത്തു. കാരണം ഇവരുടെ ആധാറിൽ ഷീബ PP എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കാർഡിലും വന്നാൽ മതി എന്നുള്ളതിന് ഷീബ PP എന്ന് കൊടുത്തത്. ദെൻ ഫാദർ നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. പാച്ചിക്കുട്ടി എന്നാണ് ആളുടെ ഫാദർ നെയിം. അത് പഴയ കാർഡിലും അത് തന്നെയായിരുന്നു. ഇനി അതിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഒരു ID കാർഡും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഈ കേസിൽ ചേഞ്ച് വരുത്തണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഴയ ഇതിലുള്ളത് തന്നെ എടുത്ത് സെലക്ട് ചെയ്തത്. വെരിഫൈ ITD ഫാദർ നെയിം എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പഴയ പാൻ കാർഡിലുള്ള ഫാദർ നെയിം കറക്റ്റായിട്ട് വരും. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് ചേഞ്ച് വരുത്താനുള്ളതെല്ലാം ടിക്ക് ഇടണം. ഇപ്പോൾ നമ്മൾ ഫോട്ടോ മിസ്മാച്ച്, സിഗ്നേച്ചർ മിസ്മാച്ച് അതൊക്കെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ നെയിം കൊടുത്തപ്പോഴും അത് ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. പഴയ കാർഡിൽ PP ഷീബ എന്നായിരുന്നു, ഇതിപ്പോൾ ഷീബ PP എന്നാക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ അഡ്രസ്സ് വളരെ കറക്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ റൂം നമ്പർ, ഫസ്റ്റ് ഓപ്ഷൻ ഫ്ലാറ്റ്, റൂം, ഡോർ, ബ്ലോക്ക് നമ്പർ, അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ ആളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ID ഇതും കറക്റ്റായിട്ട് കൊടുക്കുക. മെയിൽ ID കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ഇ-പാൻ കിട്ടാതെ വരും. വരുന്ന കസ്റ്റമർക്ക് ഈ മെയിൽ ID ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള ഇമെയിൽ ID നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ആധാർ കാർഡ് നമ്പർ അടിക്കുക. നമ്മുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം അത് ഒരു തവണ കൂടെ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആളുടെ ആധാർ കാർഡിൽ എന്താണോ പേരുള്ളത് അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക.
നമുക്ക് വേറെ പാൻ കാർഡ് നമ്പറൊന്നും ഇല്ലല്ലോ, ഒരു പാൻ കാർഡ് നമ്പറേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 11ാമത്തെ ഓപ്ഷൻ കൊടുക്കണം എന്നില്ല. ഇനി നമ്മൾ എന്തൊക്കെയാണ് പ്രൂഫായിട്ട് വെക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3 ആധാറായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ആളുടെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കറക്റ്റായിരുന്നു. പാൻ ഓഫ് പ്രൂഫ് എന്നുള്ളിടത്ത് ആൾക്ക് പാൻ കാർഡ് പ്രൂഫ് ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോ ഡോക്യുമെൻ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 12ാമത്തെ ഓപ്ഷൻ ഐ ഓർ വി എന്നുള്ളിടത്ത് ആളുടെ പേര്, ദെൻ കപ്പാസിറ്റി ഓഫ് ഫില്ലിങ്ങിൻ്റെ അവിടെ ഹിംസെൽഫ് എന്നാണ് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ടത് സബ്മിറ്റ് ചെയ്തു. സൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ അവരുടെ കൂപ്പൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കൂപ്പൺ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോം 49A പുതിയ പാൻ കാർഡിനെ അപേക്ഷിച്ച പോലെ തന്നെ ഇതിലും ചെയ്യാനുള്ളത്, ഇതിൽ അത്ര തന്നെ ചെയ്യാനുള്ള, ഇത് 2ാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റ്സ് അതിൽ പറയുന്ന പോലെ തന്നെ 49A ചെയ്ത പോലെ തന്നെ അതേ സ്പെസിഫിക്കേഷനാണ് ഇതിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ആ സെയിം സ്പെസിഫിക്കേഷനിൽ നമ്മൾ ഇതിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജനറേറ്റ് ബാച്ച് എന്നുള്ളതാണ്. ജനറേറ്റ് ബാച്ച് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ കാർഡ് പ്രോസസ്സാവും. കറക്ഷൻ ആയതുകൊണ്ട് സാധാരണ നോർമലി എടുക്കുന്നതിനേക്കാൾ ഒരു 8-10 ദിവസം അധികം എടുക്കും. കറക്ഷൻ ചെയ്യുന്നതിനും നമുക്ക് പുതിയൊരു പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതായത് 105 രൂപയുടെ കൂപ്പൺ നമുക്ക് ചിലവാണ്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ പുതിയ പാൻ കാർഡിന് വാങ്ങുന്ന അതേ സർവീസ് ചാർജ് തന്നെ വാങ്ങാൻ പറ്റും. ഓക്കെ, താങ്ക് യു.